സാത്വി സരസ്വതിയുടെ വർഗീയ പരാമർശം പോലീസ് നടപടി വൈകുന്നതായി ആരോപണം. ബദിയടുക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടനയുടെ ബാനറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കലാപം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രസംഗിച്ച സാത്വി സരസ്വതിക്കെതിരെ ബദിയടുക്ക പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസിൽ നടപടി വൈകുന്നതായാണ് പരാതിക്കാരുടെ ആരോപണം. ഏപ്രിൽ 27-നാണ് കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്കയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പൊതുസമ്മേളനം നടത്തുന്നത്. പ്രമുഖ പ്രാസംഗിക സാത്വി സരസ്വതി പ്രഭാഷണത്തിനുമെത്തുന്നു. സാത്വിയുടെ പ്രസംഗത്തിന് മുമ്പ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ ഒരു നേതാവ് പ്രസംഗിച്ചിരുന്നു. അതിനുശേഷമാണ് സാത്വിയുടെ വിവാദ പ്രസംഗത്തിന് വഴിവെക്കുന്നത്. പിന്നീട് കലാപമുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ പ്രസംഗം നവമാധ്യമങ്ങളിൽ വൈറലാവുകയും ദേശീയ മാധ്യമങ്ങളടക്കം വർഗീയ പരാമർശത്തെ വലിയ തോതിൽ വിലയിരുത്തുകയുമായിരുന്നു. ഇതിനെതിരെ പരാതിയുമായി സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. പരാതിയെ തുടർന്ന് ബദിയടുക്ക പോലീസ് ക്രൈം നമ്പർ 218/2018 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കലാപമുണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതിനും മതവിദ്വേഷത്തിനെതിരെയുമാണ് സ്വാദ്വിക്കെതിരെ കേസെടുത്തത്. 295A, 153, 506 എന്നീ വകുപ്പുകളിലാണ് സ്വാദ്വിക്കെതിരെ FIR ഇട്ടിരിക്കുന്നത്. ഉടൻ തന്നെ പത്രമാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടുകൂടി സ്വാദ്വിക്കെതിരെയുള്ള വാർത്ത നൽകുകയും ചെയ്തു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാതിയുടെ പ്രസംഗം മുഴുവനായും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതിനു ശേഷം മാത്രമാണ് നടപടി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ബദിയടുക്കയിൽ വെച്ച് ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ സ്വാതി സരസ്വതി എന്ന ഒരു യുവതി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആകമാനം വർഗീയാസ്പദതയുണ്ടാക്കുന്ന രീതിയിൽ, വിശേഷിയ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറയാം, പ്രസംഗം നടത്തും. ആ പ്രസംഗത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരും വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും പരാതി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 3 മാസമായിട്ടും കാസർഗോട്ടെ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരുവിധ അന്വേഷണം നടത്താത്തത് ഏറ്റവും അപലപനീയമാണ്. കാരണം ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾക്ക് കുഴലൂതുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ പോലീസ് എടുക്കുന്നത് എന്നുള്ള പരാതി നിലനിൽക്കെയാണ് ഇതും സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണെങ്കിൽ ജില്ലാ ജനകീയ നീതിവേദി എന്ന പ്രസ്ഥാനത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കണ്ട് ഇക്കാര്യത്തിൽ നിലപാടുകൾ എടുക്കേണ്ടി വരുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പോലീസ് നടപടി വൈകുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.